മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയെ ആക്രമിച്ച് 1,75,00,000 രൂപയുടെ സ്വർണം കവർന്നു. ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യാനെത്തിച്ച സ്വർണമാണ് കവർന്നത്. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, 1,75,00,000 സ്വർണം കവർന്ന സംഭവം എപ്പോഴാണ് നടന്നത്? അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രവീത, ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള പ്രവീൺ സിംഗ് എന്ന് പറയുന്നയാൾ ഈ സ്വർണം മൊത്ത കച്ചവടക്കാരനാണ്. അദ്ദേഹം വിവിധ ജ്വല്ലറികളിൽ കയറിയിറങ്ങി സ്വർണത്തിന്റെ മോഡൽ കാണിച്ചു കൊടുത്ത് ഓർഡർ എടുക്കുന്നയാളാണ്. അങ്ങനെ ഈ സ്വർണത്തിന്റെ മോഡൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വിവിധ ജ്വല്ലറിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പുതിയൊരു ജ്വല്ലറി തുടങ്ങുന്നുണ്ടെന്നും അതിന് സ്വർണം ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഇയാളെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന 2 കിലോഗ്രാം സ്വർണവും 43 ഗ്രാം തങ്കവും ഈ പ്രവീൺ സിംഗിനെ ആക്രമിച്ചുകൊണ്ട് കവർന്നെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതിയായി പറയുന്നത്. ഈ താനൂർ തെയ്യാല ഭാഗത്തു നിന്ന് 2 കിലോമീറ്റർ ഉൾഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ആക്രമിച്ച് സ്വർണ്ണം കവർന്നത് എന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘത്തിൽ കേസ് അന്വേഷിച്ചു പ്രതിയെ പിടികൂടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് CCTV ഒക്കെ തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു കവർച്ചയാണ് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ താനൂരിൽ ഉണ്ടായിരിക്കുന്നത്. പ്രവിത. ശരി. മലപ്പുറം താനൂരിലാണ് മഹാരാഷ്ട്ര സ്വദേശിയെ ആക്രമിച്ച് 1,75,00,000 രൂപയുടെ സ്വർണം കവർന്നത്.